ഇന്നെൻ്റെ ആദ്യരാത്രിയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളെ തന്നെ എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് സ്വന്തമാക്കി തന്ന ദിവസം. പക്ഷേ സ്വപ്നം നെയ്തപ്പോൾ കണ്ട സന്തോഷവും കളിയും ചിരിയും ഇന്ന് എവിടെയും കാണാനില്ലെന്ന് മാത്രം. ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് പോലെ. ആകെ ഒരു വീർപ്പുമുട്ടൽ, ഓരോ സെക്കൻഡിനും ഒരു യുഗത്തിൻ്റെ ദൈർഘ്യം പോലെ. നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരുന്നു. താലി കിട്ടിയവന് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, എനിക്ക് അവനെ പ്രാണനായിരുന്നു, എൻ്റെ ജീവനായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയൽപ്പക്കത്തെ പുതിയ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിനെത്തിയ 3 അംഗ കുടുംബത്തിലെ പാട്ടുകാരനായ ഏക മകനോട് തോന്നിയൊരു ആരാധന മെല്ലെ മെല്ലെ പ്രണയമായി പരിണമിക്കുകയായിരുന്നു. ആദ്യം ഒരു കൗമാരക്കാരിക്ക് തോന്നിയ അഭിനിവേശം മാത്രമായിട്ടാണ് തോന്നിയത്. പിന്നീട് എപ്പോഴോ അസ്ഥിക്ക് പിടിച്ച പ്രണയമായി അത് മാറിക്കഴിഞ്ഞിരുന്നു. രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ജനലിലൂടെ ഒഴുകി വരുന്ന പാട്ടുകൾക്ക് കാതോർത്തിരിക്കുന്നത് പതിവ് ശീലമായി. ആ പാട്ടിൽ ലയിച്ചു ദിവാസ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഞാൻ എൻ്റെ പ്രണയസാഗരത്തിൽ നീന്തി തുടിച്ചു. അമ്മയുടെ കൂടെ വല്ലപ്പോഴും ആ വീട്ടിലേക്ക് പോവും. ചിലപ്പോൾ അവനെ നേരിട്ട് കണ്ടാലായി. അപ്പോൾ അമ്മയെ നോക്കി മാത്രം ഗൗരവം കലർന്നൊരു ചിരി പാസാക്കും. അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് അളന്ന് തിട്ടപ്പെടുത്തി മാത്രം മറുപടി കൊടുക്കും. അടുത്തൊരാൾ നിൽക്കുന്നുണ്ടെന്ന് ഭാവിക്കുകയേയില്ല. ഇനിയിപ്പോൾ ശരിക്കും എന്നെ കാണാത്തത് കൊണ്ടാണോ? ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു, ഏട്ടനെന്താ എന്നോടൊന്നും മിണ്ടാത്തേ? എൻ്റെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ആളാകെ അമ്പരന്നു എന്ന് തോന്നി. മറുപടി പറഞ്ഞത് ഏട്ടൻ്റെ അമ്മയാണ്. അവൻ ഒറ്റ മോനായി വളർന്നതല്ലേ, ആരോടും കൂട്ടുകൂടി ശീലമില്ല. പിന്നെ 2 വീട്ടുകാരും ഞങ്ങളുടെ കല്യാണത്തോടെ ഞങ്ങളെ ഒഴിവാക്കിയതാണ്. കുടുംബങ്ങളുടെ ഇടയിൽ ജീവിച്ചു വളരാനുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു കൂടപ്പിറപ്പിനെങ്കിലും എൻ്റെ കുട്ടിക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ച് ഇനി കയറി ഇറങ്ങാത്ത ആശുപത്രികളില്ല. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവന് ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ദണ്ണം. ആ അമ്മ അതും പറഞ്ഞ് കണ്ണീർ തൂകി. അതിനെന്താ, ഞങ്ങളൊക്കെ ഇല്ലേ അടുത്ത്? എന്താവശ്യമുണ്ടെങ്കിലും ഈ വേലയുടെ അവിടെ നിന്ന് വിളിച്ചാൽ പോരെ, ഓടിയെത്തൂലേ ഞങ്ങൾ? എൻ്റെ അമ്മ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു, വിഷ്ണു ഇടയ്ക്കൊക്കെ അവിടം വരെയൊക്കെ വായോ, ലക്ഷ്മിയുടെ ഏട്ടനൊക്കെ ഉള്ളതല്ലേ. അവൻ്റെ ഒപ്പം നടന്ന് പുതിയ നാട്ടിൽ നീ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയെടുക്കൂ. അന്ന് രാത്രിയിൽ അമ്മ എൻ്റെ ഏട്ടനോട് പറയുന്നത് കേട്ടു. എടാ അരുണേ, നീ കവലയിൽ പോകുമ്പോൾ അപ്പുറത്തെ വിഷ്ണുവിനെയും കൂടിക്കൂട്ട്. ആ ചെക്കന് നാട്ടിൽ ആരെയും പരിചയമില്ലാത്ത കൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പാ. നല്ലൊരു ഏട്ടനെ എന്തിനാ അമ്മേ അരുണേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് നാശമാക്കാൻ നോക്കുന്നേ? ഇടയിൽ ഞാനൊരു കൗണ്ടർ പറഞ്ഞെങ്കിലും ആരും അത് കേട്ട ഭാവം നടിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ ഏട്ടൻ്റെ കൂടെ വിഷ്ണുവേട്ടനും വീട്ടിൽ വരുന്നത് കാണാം. ആദ്യമൊക്കെ എന്നെ ഗവനിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴും കാണുമ്പോൾ ഒരു ചിരി തരാൻ തുടങ്ങിയിരുന്നു. ആ ചിരി മാത്രം മതിയായിരുന്നു എന്നിലെ പ്രണയിനിക്ക് സന്തോഷിക്കാൻ. എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചു കീഴടക്കിയ ഭാവമായിരുന്നു എനിക്ക്. വീട്ടിൽ വരുമ്പോൾ ചില ദിവസങ്ങളിൽ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ മാത്രം ഏട്ടൻ പാടും. അത്രയും അടുത്തിരുന്ന് പാട്ട് കേൾക്കാൻ പറ്റിയ നിർവൃതിയിൽ ഞാനതിൽ ലയിച്ചിരിക്കും. അങ്ങനെ ഓരോ വർഷങ്ങൾ കൊഴിയും തോറും ആരും അറിയാതെ എന്നിൽ ഞാൻ നട്ടുവളർത്തിയ എൻ്റെ പരിശുദ്ധമായ പ്രണയവും വളർന്നു വളർന്ന് ഒരു വടവൃക്ഷമായി മാറിയിരുന്നു. +2 കഴിഞ്ഞ് ബിടെക്കിന് ചേർന്നപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. വീട് വിട്ടു നിൽക്കുക എന്നത് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. കൂട്ടത്തിൽ വിഷ്ണുവേട്ടനെ കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടവും. വിഷ്ണുവേട്ടൻ അപ്പോഴേക്കും MCOM കഴിഞ്ഞ് ടൗണിലുള്ളൊരു കടയിൽ അക്കൗണ്ടൻ്റായി ജോലിക്ക് കയറിയിരുന്നു. ഇപ്പോൾ നേരിട്ട് കാണുന്നതൊക്കെ വിരളമാണ്. എന്നാലും വിഷ്ണുവേട്ടൻ്റെ ബൈക്കിൻ്റെ ഹോണടി കേട്ടാൽ ഞാൻ മുകളിലുള്ള എൻ്റെ മുറിയുടെ ജനലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതിലൂടെ നോക്കിയാൽ അവരുടെ മുറ്റവും വരാന്തയും എല്ലാം നേരെ കാണാം. ഏട്ടൻ ബൈക്ക് നിർത്തുന്നതും മൂളിപ്പാട്ടും പാടി സിറ്റൗട്ടിൽ കയറുന്നതും കാളിംഗ് ബെല്ലടിക്കുന്നതും എല്ലാം എനിക്ക് ശരിക്കും കാണാം. എൻ്റെ മുറിയുടെ നേർക്ക് തന്നെയാണ് ഏട്ടൻ്റെ മുറിയും. 5 മിനിറ്റിനുള്ളിൽ മുകളിലെ ഏട്ടൻ്റെ മുറിയിൽ ലൈറ്റ് തെളിയുന്നത് നോക്കി ഞാൻ കാത്തിരിക്കും. പിന്നെ ഇടയ്ക്കിടെ അങ്ങോട്ടും നോക്കൽ തന്നെയാണ് പണി. ലൈറ്റ് ഓഫാകുന്നതും ഓണാകുന്നതും ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കും. വല്ലപ്പോഴും മാത്രമേ ആ ജനലുകൾ തുറക്കുന്നത് കണ്ടിട്ടുള്ളൂ. എന്തെങ്കിലും പുറത്തേക്കിട്ട് നിമിഷ നേരം കൊണ്ട് അത് അടയ്ക്കുകയും ചെയ്യും. എന്നാലുണ്ടല്ലോ, ഇപ്പുറത്തെ വീട്ടിൽ സുന്ദരിയായ പെൺകുട്ടി ജനലിൻ്റെ അവിടെ ഒന്നും അറിയാതെ പോലെ ഇരിക്കുന്നത് ഒരേ ഒരു തവണയെങ്കിലും നോക്കിക്കൂടെ ഈ മനുഷ്യന്? എന്നും രാത്രിയിൽ ഞാൻ ഗുരുവായൂരപ്പനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു കിടക്കും.
അപ്പുറത്തെ വീട്ടിലെ ആളെ എനിക്ക് തന്നെ തന്നേക്കണേ എന്ന്. രാവിലെ എന്നും എണീക്കുന്നത് വിഷ്ണുവേട്ടൻ്റെ പാട്ട് കേട്ടാണ്. അപ്പോൾ മാത്രം ഒരു ജനൽ പാതി തുറന്നിട്ടുണ്ടാകും. ഏട്ടൻ്റെ പാട്ടും കേട്ട് ഒന്നുകൂടെ മൂടി പുതിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാ. ഹോസ്റ്റലിൽ പോയാൽ ഏറ്റവും മിസ്സാകുന്നത് വിഷ്ണുവേട്ടൻ്റെ പാട്ട് കേട്ടുണരുന്ന പ്രഭാതം തന്നെയായിരിക്കും.